الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് റജബ് 26. ഒരു റജബ് 27-നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തുകളിൽ ഒന്നായ ഇസ്രാ മിഅ്റാജ് സംഭവം ഉണ്ടായതെന്ന് മുസ്ലിം ലോകം പൊതുവെ മനസ്സിലാക്കപ്പെടുന്നു. എന്നാൽ ഇത് ഐക്യകണ്ഠേനയുള്ള ഒരു അഭിപ്രായമല്ലെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ പലരും ഇസ്രാ മിഅ്റാജ് സംഭവം ദുൽഖഅദ മാസത്തിലാണെന്നും മറ്റു ചിലർ റബീഉൽ അവ്വൽ മാസത്തിലാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കലണ്ടറുകളിൽ പൊതുവെ മിഅ്റാജ് സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളത് റജബ് 27-നായതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഖുത്ബ ഇസ്രാ മിഅ്റാജ് അനുസ്മരണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രി കൊണ്ടുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാണമാണ് ഇസ്രാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതേ രാത്രിയിൽ തന്നെ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശങ്ങളിലേക്കും ഉയർത്തി. ഇതിനെയാണ് നാം മിഅ്റാജ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം ഇസ്രാ അഥവാ നിശായാത്ര എന്നർത്ഥമുള്ള അധ്യായമാണ്. അൽ ഇസ്രാ എന്നാണ് വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായത്തിൻ്റെ പേര് തന്നെ. ആ അധ്യായത്തിലെ ആദ്യ വചനവും ഇസ്രാഇനെ വിശദീകരിക്കുന്നതാണ്. അതാണ് അള്ളാഹു പറഞ്ഞതായിട്ട് തുടക്കത്തിൽ നമ്മൾ ഓതി വെച്ചത്. അള്ളാഹു പറയാണ്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാരക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അള്ളാഹു പരിശുദ്ധനാണ്. ആ അള്ളാഹുവിനെ വിശദീകരിക്കുകയാണ്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി, തൻ്റെ ദാസനെ പ്രയാണം ചെയ്യിപ്പിച്ച, തൻ്റെ ദാസനെ കൊണ്ട് പ്രയാണം ചെയ്യിപ്പിച്ച അള്ളാഹു പരിശുദ്ധനാണ്. ലൈലൻ, ഒരു രാവിലാണ്, ഒരു രാത്രിയിലാണ് ആ പ്രയാണമുണ്ടായത്. മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാരക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ഒരു രാവിൽ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് തൻ്റെ ദാസനെ കൊണ്ട് പ്രയാണം ചെയ്ത അള്ളാഹു പരിശുദ്ധനാണ്. ആ മസ്ജിദുൽ അഖ്സയെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലദീ ബാരക്നാ ഹൗലഹു, അതിന് ചുറ്റും അല്ലാഹു തആല സമൃദ്ധി നൽകിയിരിക്കുന്നു, ധാരാളം ബറക്കത്തുകൾ, ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുന്നു.
എന്തിനായിരുന്നു ഒരു രാവിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ആശ്ചര്യജനകമായ ഈ പ്രയാണം? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ ദാസന് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ ദാസന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, നിശ്ചയം അല്ലാഹു തആല എല്ലാം കാണുന്നവനും അല്ലാഹു എല്ലാം കേൾക്കുന്നവനുമാണ്. അവന്റെ കാഴ്ചക്കോ അവന്റെ കേൾവിക്കോ ഒരു പരിധിയോ ഒരു പരിമിതിയോ ഇല്ല. സഹോദരങ്ങളെ, ആശ്ചര്യജനകമായിരുന്നു ആ പ്രയാണം. ഒരു രാവിൽ ഇന്നത്തേതുപോലെ ആധുനികമായ യാത്രാ സൗകര്യങ്ങളോ വിമാന സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കാലത്തായിരുന്നു ആ യാത്ര. അതുകൊണ്ട് തന്നെ വലിയ വിദൂരങ്ങളിൽ കിടക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ്. ഏത്? മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും. ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു രാവിൽ മസ്ജിദുൽ അഖ്സയിലേക്ക് അള്ളാഹു തന്റെ ദാസനെ കൊണ്ട്, അടിമയെ കൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പ്രയാണം ചെയ്യിപ്പിച്ചു. അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാപ്രയാണം ചെയ്യിപ്പിച്ചു അള്ളാഹു. എന്തിനെന്ന് പറയാണ്? ലിനുരിയഹു മിൻ ആയാതിനാ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ആ പ്രവാചകന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, ആ ദൃഷ്ടാന്തങ്ങളെ ചരിത്രത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, നിശ്ചയം അള്ളാഹു എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. അങ്ങേയറ്റം കൗതുകകരമാണ്, ആശ്ചര്യജനകമായിരുന്നു ആ പ്രയാണം. അത്രത്തോളം ആശ്ചര്യജനകമല്ലെങ്കിലും സമാനമായ ചില ദൃശ്യങ്ങൾ മറ്റു പ്രവാചകന്മാർക്കും അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ചരിത്രം പറയുമ്പോൾ അള്ളാഹു തആല പറയാണ്, വകദാലിക നുരീ ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർള്. ഇബ്രാഹിം അലൈഹി സ്വലാമയ്ക്ക് അള്ളാഹു തആല ആകാശ ഭൂമികളുടെ അധികാര കേന്ദ്രങ്ങളെ കാണിച്ചു കൊടുത്തു. എന്തിന്? വലിയകൂന മിനൽ മുഖ്നിൻ, ഇബ്രാഹിം അലൈഹിസ്സലാം ദൃഢവിശ്വാസികളിൽ അകപ്പെടുന്നതിന് വേണ്ടി. ദൃഢവിശ്വാസി തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. എങ്കിലും ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ വിശ്വാസത്തിന് കൂടുതൽ ദൃഢീകരണം വീണ്ടും വീണ്ടും ഉണ്ടാവുന്നതിന് വേണ്ടി അല്ലാഹു തആല ആകാശഭൂമികളുടെ മലക്കൂത്ത്, കുഞ്ചിക സ്ഥാനങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്ക് കാണിച്ചു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇന്ദ്രിയാതീതമായ ചില അനുഭവങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ ശക്തിയിലുള്ള പ്രവാചകന്മാരുടെ വിശ്വാസത്തിന് കൂടുതൽ കരുത്തു നൽകുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഖുർആൻ വചനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനായിരുന്നു പ്രവാചകന്മാർക്ക് സവിശേഷമായി ഇത്തരം അനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ടായത്? അതിന് ചില പ്രത്യേകമായ ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. എതിരാളികളുടെ ആക്രമണം എത്ര ശക്തമാണെങ്കിലും സർവശക്തനായ നാഥന്റെ സഹായം തങ്ങൾക്കുള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും തങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഇത്തരം അനുഭവങ്ങളിലൂടെ പ്രവാചകന്മാരെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഈ കണ്ണുകൊണ്ട് കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിനപ്പുറം പ്രപഞ്ചത്തിന് പല രഹസ്യങ്ങളുമുണ്ട്. മിഅ്റാജ് യാത്രയിൽ ആ രഹസ്യങ്ങളിൽ ഒരൽപ്പം മാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദർശിക്കുവാൻ അല്ലാഹു അവന്റെ പ്രത്യേക അറിവോടെയും പ്രത്യേക അനുമതിയോടുകൂടെയും തന്റെ ദൂതന്, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ പ്രവാചകന് തിരശീല അല്പം നീക്കിക്കൊടുക്കുകയായിരുന്നു. ഈ ദൃശ്യപ്രപഞ്ചത്തിനപ്പുറമുള്ള അദൃശ്യ പ്രപഞ്ചത്തിന്റെ തിരശീല അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹുവിന്റെ പ്രത്യേകമായ അറിവോടെയും അതുപോലെ തന്നെ അനുമതിയോടുകൂടെയും ദർശിക്കുവാനുള്ള സവിശേഷമായ സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു. ഏത് കാലത്താണ് ഈ സംഭവം ഉണ്ടാവുന്നത്? മക്കയിൽ വലിയ മർദ്ദനങ്ങളെ, പീഡനങ്ങൾ അഭിമുഖീകരിക്കുന്ന കാലമായിരുന്നു അത്. ഹിജ്റയുടെ തൊട്ട് മുമ്പത്തെ വർഷം അതിക്രൂരമായ പീഡനകാലത്ത് നടന്ന ഈ നിശാപ്രയാണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ സന്ദേശം നൽകുന്നുണ്ട്. ഈ അഭൗതിക പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പടച്ചവന് അവന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള നിസ്സാരമായ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ തന്റെ സൽവർദ്ധനായ അടിമയെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ഒട്ടും വലിയ കാര്യമല്ല. പ്രവാചകരെ, നിങ്ങൾ കണ്ടിട്ടുള്ളതിന് അപ്പുറമാണ് ഈ പ്രപഞ്ചത്തിന്റെ പരിധികൾ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിന് ധാരാളം ഉള്ളറകളുണ്ട്, രഹസ്യങ്ങളുണ്ട്. ഈ അഭൗതിക പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പടച്ചവന് ഈ പ്രവാചകൻ അക്രമങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും
ഈ പ്രവാചകനിൽ വിശ്വസിച്ച ആളുകൾ അക്രമ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല, അത് നിസ്സാരമായ കാര്യമാണ് എന്ന് പ്രവാചകനെയും വിശ്വാസി സമൂഹത്തെയും ബോധ്യപ്പെടുത്തുകയായിരുന്നു ആ മഹാസംഭവത്തിലൂടെ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ആധുനിക മുസ്ലിം സമൂഹം ഇസ്രാ മിഅ്റാജിനെ പുനർവായിക്കുമ്പോൾ അവർക്കും ലഭിക്കേണ്ടത് ഈ ആത്മവിശ്വാസമാണ്. നമുക്കറിയാം, ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഇസ്ലാമിക ഉമ്മത്ത് ശക്തമായ കടന്നാക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് പുതിയ കാലം എന്ന് പറയുന്നത്. ഇവിടെ പ്രതിയോഗികളുടെ ഭൗതിക സന്നാഹങ്ങളെക്കാൾ വലുത് അള്ളാഹുവിന്റെ കരുത്തും ശക്തിയുമാണെന്ന് തിരിച്ചറിയാൻ ഇസ്രാ മിഅ്റാജിനെ അനുസ്മരിക്കുന്നതിലൂടെ സാധ്യമാകും എന്നുള്ളതാണ്. ഇസ്രായിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വർദ്ധിച്ചത് അള്ളാഹുവിന്റെ ശക്തിയുള്ള വിശ്വാസം മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിന്റെ ശക്തിയുള്ള വിശ്വാസം അതിന് കൂടുതൽ ദൃഢീകരണം ഉണ്ടായി എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്റെ അനുയായികളുടെ പിന്തുണയിലുള്ള ഈമാൻ കൂടി, വിശ്വാസം കൂടി വർദ്ധിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്റെ അനുയായികളുടെ പിന്തുണയിലുള്ള വിശ്വാസവും വർദ്ധിച്ചു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, താങ്കളുടെ കൂട്ടുകാരൻ ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് അങ്ങോട്ട് 7 ആകാശങ്ങളിലേക്കും പ്രയാണം ചെയ്തുവെന്നാ പറയുന്നത്. ഇനിയും അവന്റെ കൂടെയാണോ താങ്കൾ? ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്, എന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. എങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഓരോന്നും ഇടവും വലവും നോക്കാതെ വിശ്വസിക്കുന്ന പ്രകൃതക്കാരനായതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന് നാമകരണം ചെയ്തത്. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുന്നവനെന്നാണ്, ശരിവെക്കുന്നവനെന്നാണ്. റസൂലുള്ളാഹി എന്ത് പറഞ്ഞോ അതിനെ മുഴുവനായും ശരിവെക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സിദ്ദീഖ് എന്ന് പറയുന്ന നാമകരണം അതോടുകൂടിയാണ് ലഭിക്കുന്നത്. സഹോദരങ്ങളെ, ഇത്തരം സിദ്ദീഖുമാരുടെ അഭാവമാണ് ഇന്ന് മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നവനാസ്തികർക്ക് പോലും ഈ സമുദായത്തിൽ നിന്ന് മെമ്പർമാർ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ നിലപാടുകൾ പ്രാകൃതമെന്നും തീവ്രമെന്നും സ്ത്രീവിരുദ്ധമെന്നും ചിലർ ആക്ഷേപിക്കുമ്പോ ഇസ്ലാമി കാലഘട്ടത്തിന് ചേർന്നതല്ലെന്ന് നമ്മിൽ ചിലര് പോലും അവർക്ക് പോലും തോന്നിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് അങ്ങനെ തോന്നുകയില്ല. ഒരു യഥാർത്ഥ വിശ്വാസി ഇസ്ലാമി കാലഘട്ടത്തിന് ചേർന്നതല്ലെന്ന് പറയുകയുമില്ല. കാരണം പ്രവാചകൻ പറഞ്ഞതെന്തോ, അതിലുപരിയായി ഖുർആൻ പറഞ്ഞതെന്തോ അത് പൂർണ്ണമായും സമ്മതിച്ച് അംഗീകരിക്കുന്നവരാണ് വിശ്വാസികൾ. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. വിശ്വാസികൾ അങ്ങനെയാവണം, അങ്ങനെയുള്ളവർ മാത്രമാണ് വിശ്വാസികൾ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയാണ്, ഓ പ്രവാചകരെ, അവരോട് നിങ്ങൾ പറയണം, അവരെ പൂർണ്ണ വിശ്വാസികളാവുന്നില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ അവർ താങ്കളെ പൂർണ്ണമായും വിധികർത്താവായി സ്വീകരിക്കുന്നതുവരെ. അങ്ങനെ താങ്കൾ ഒരു തീരുമാനം പറഞ്ഞാൽ ثم لا يجدوا في أنفسهم حرجا مما قضيت, താങ്കൾ എന്താണോ തീരുമാനിക്കുന്നത് അതിൽ അവർക്കൊരു പ്രയാസവുമില്ലാതെ മടങ്ങുന്നവരായിട്ട് അവരെ മാറണം. വയുസല്ലിമു തസ്ലീമാ, പൂർണ്ണമായും അങ്ങേ സമ്മതിച്ച് അനുസരിക്കുന്നവരായിട്ട് അവർ മാറണം. അപ്പോഴേ അവർ വിശ്വാസികളാവുന്നുള്ളൂ. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും എന്താണോ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനെ ഇടവും വലവും നോക്കാതെ അംഗീകരിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഇതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്. വിശ്വാസികളോട്, മുഅ്മിനുകളെ, നിങ്ങൾ സിദ്ദീഖുകളായി, നിങ്ങൾ പൂർണ്ണമായും അല്ലാഹുവിനെയും പ്രവാചകനെയും സത്യപ്പെടുത്തുന്നവരായി മാറേണ്ടതുണ്ട്. സിദ്ദീഖുകളായി ചരിത്രത്തിൽ പലരും ഉണ്ടായതുപോലെ ഏത് കാലഘട്ടത്തിലുമുള്ള വിശ്വാസികൾ സിദ്ദീഖുകളായി മാറണം എന്ന വലിയ സന്ദേശമാണ് ഇസ്രാ മിഅ്റാജ് ചരിത്രം ലോകത്തോട് പറയുന്ന, വിശ്വാസികളോട് വിശേഷിച്ചും പറയുന്നത്. അതിനാൽ തന്നെ അല്ലാഹും റസൂലും പറഞ്ഞ കാര്യങ്ങളിൽ പൂർണ്ണമായും വിശ്വസിക്കുന്ന യഥാർത്ഥ സിദ്ദീഖുകളായി മാറാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. എന്നാൽ പല ശൈഖുമാരുടെയും മായാവി കഥകൾ പലരും പറഞ്ഞു നടക്കുന്നുണ്ട്. അതെല്ലാം
അതങ്ങ് പൂർണ്ണമായിട്ടും അംഗീകരിച്ചു കൊടുക്കുവാൻ, അത്തരം മായാവി കഥകളെ സത്യപ്പെടുത്തുവാൻ നാം ബാധ്യസ്ഥരല്ലെന്നും സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്രാ മിഅ്റാജ് സംഭവത്തിലൂടെ വലിയൊരു യാഥാർത്ഥ്യം കൂടി അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്തി. അങ്ങ് അല്ലാഹുവിന്റെ ദൂതനാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന കറകളഞ്ഞ ഈമാനിന്റെ ഉടമകളായ സുദ്ദീഖുകൾ അങ്ങയുടെ കൂടെയുണ്ട്. അവരിൽ ആത്മവിശ്വാസം അർപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് മുന്നോട്ട് പോവാവുന്നതാണ്. അവരിൽ ആത്മവിശ്വാസം അർപ്പിച്ചുകൊണ്ട് താങ്കൾ മുന്നോട്ട് പോയാൽ ഒരു പ്രതിസന്ധിയിലും താങ്കൾ തളർന്നു പോവുകയില്ല എന്നുള്ളതാണ്. സുദ്ദീഖന്മാരെ വാർത്തെടുക്കാതെ, സഹോദരങ്ങളെ, ഈമാനിന്റെ മാറ്റുരച്ചു നോക്കാതെ പ്രതിസന്ധികളെ മറികടക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലെന്ന വലിയ പാഠം. സുദ്ദീഖന്മാരെ വാർത്തെടുക്കാതെ, ഈമാനിന്റെ മാറ്റുരച്ചു നോക്കാതെ പ്രതിസന്ധികളെ ഒരു കാലത്തും മറികടക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമല്ലെന്ന വലിയ പാഠം. അതാണ് ഇസ്രാ മിഅ്റാജ് ചരിത്രം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ എന്നത്തെയും ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമാവേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചതാണ് എന്ന് അംഗീകരിച്ചത് കൊണ്ടാണല്ലോ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖായി മാറിയത്. സഹോദരങ്ങളെ, ഇനിയും പ്രവാചകൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഭാവിയിലും സംഭവിക്കാൻ പോകുന്നതാണ്. മരണാനന്തര ജീവിതത്തിലും ഖുർആനും സുന്നത്തും പറഞ്ഞ ഓരോ കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നവരാണെന്ന് പൂർണ്ണമായും സാക്ഷ്യപ്പെടുത്തുന്ന സിദ്ദീഖുകളുടെ ജീവിതമാക്കി നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. അവിടെയൊന്നും ഒരു സംശയം നമ്മെ പിടികൂടാൻ പാടില്ല. മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട്, പരലോക ജീവിതവുമായി ബന്ധപ്പെട്ട്, പ്രവാചകന്റെ മറ്റ് വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംശയവും ഒരു സന്ദേഹവും വിശ്വാസിക്കുണ്ടാവാൻ പാടില്ല. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം, ആ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, ഈ ഗ്രന്ഥത്തിന്റെ സവിശേഷത എന്താണ്? ലാ റൈബ ഫീ, ഒരു സംശയവും പാടില്ല എന്നുള്ളതാണ്. അതിൽ സംശയമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക്, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് സന്മാർഗമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് ഈ ഗ്രന്ഥം എന്ന് പറയുന്നത്. ഐഹിക വിജയത്തെക്കുറിച്ചും ആശ്ചര്യജനകമായ ധാരാളം പ്രവചനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. പരലോക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനും സുന്നത്തും പറഞ്ഞ കാര്യങ്ങൾ അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന സിദ്ദീഖുകളായി മാറാൻ, ജീവിതം കൊണ്ട് സിദ്ദീഖുകളുടെ ജീവിതമാണ് ഞങ്ങളുടേതെന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. ഐഹിക വിജയത്തെക്കുറിച്ചും ആശ്ചര്യജനകമായ ധാരാളം പ്രവചനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സുമ്മ തകൂനുൽ ഖിലാഫത്തു വലാ മിൻഹാജുൻ നുബുവ, നബുവത്തിന്റെ മാതൃകയിൽ ഒരു ഖിലാഫത്ത്, നീതിയുടേതായിട്ടുള്ള ഒരു വ്യവസ്ഥിതി വീണ്ടും ഈ ഭൂമിയിൽ സ്ഥാപിതമാവുക തന്നെ ചെയ്യും. ഈ അനീതിയുടെ വ്യവസ്ഥകളെല്ലാം പരാജയപ്പെട്ടതിന് ശേഷം പ്രവാചക മാതൃകയിൽ നീതിയുടെ ഒരു ക്രമം ലോകത്ത് പുലരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാമൂഹിക ക്രമത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ത്യാഗപൂർവം പരിശ്രമിക്കുന്ന സിദ്ദീഖുകളായിട്ട് മാറാൻ സഹോദരങ്ങളെ നമുക്ക് സാധ്യമാവണം. റസൂലുള്ളാഹി അങ്ങനെ ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ സംബന്ധിച്ച് വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഈ അനീതിയുടെ, ഈ പൈശാചികതയുടെ, ഈ ജാഹിലിയ്യത്തിന്റെ വ്യവസ്ഥിതിയിൽ ലോകം അവസാനിക്കും എന്ന് ധരിക്കുന്നവരാവരുത് വിശ്വാസികൾ. മറിച്ച് സുമ്മ തകൂനുൽ ഖിലാഫത്തു വലാ മിൻഹാജുൻ നുബുവ, നബുവത്തിന്റെ മാതൃകയിൽ നീതിയുടേതായിട്ടുള്ള ഒരു വ്യവസ്ഥിതി ലോകത്ത് സ്ഥാപിതമാവുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സത്യപ്പെടുത്തുന്നവരായി, അതിനുവേണ്ടി ത്യാഗപൂർവം പരിശ്രമിക്കുന്നവരായി മാറാൻ വിശ്വാസികൾക്ക് സാധ്യമാവണം. അവിടെയും സിദ്ദീഖുകളായി മാറാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു തവണ പോലും മസ്ജിദുൽ അഖ്സ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഇസ്രാ യാത്രയുടെ മുമ്പ് റസൂലുള്ളാഹി ഒരു തവണ പോലും മസ്ജിദുൽ അഖ്സ സന്ദർശിച്ചിട്ടില്ല. ഒരു രാത്രി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സ സന്ദർശിച്ച് തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോൾ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നല്ലൊരു അവസരമാക്കി അവരത് മനസ്സിലാക്കി. അവരെ പൊട്ടിച്ചിരിച്ചു. റസൂലുള്ളാഹി ഇത് പറഞ്ഞപ്പോൾ കളിയാക്കിക്കൊണ്ട് അവരെ പൊട്ടിച്ചിരിച്ചു. ഒരു രാത്രി കൊണ്ട് മുഹമ്മദ് ഇത്ര ദൂരം കിടക്കുന്ന മസ്ജിദുൽ അഖ്സ സന്ദർശിച്ചത്രേ. നമ്മൾ പറഞ്ഞതുപോലെ, അതല്ലെങ്കിൽ മനസ്സിലാക്കിയതുപോലെ, വിമാനവും ആധുനിക വാഹന സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലമായിരുന്നു അത്. അതിനാൽ തന്നെ പ്രവാചകനെ ഉത്തരം മുട്ടിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ വഷളാക്കാൻ അവർക്ക് സാധ്യമാവുമെന്ന് അവർ ധരിച്ചു. അവർക്ക് പല വ്യാമോഹങ്ങളും ഉണ്ടായി. ആ വ്യാമോഹത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി അവർ ചോദിച്ചു, മുഹമ്മദേ, മസ്ജിദുൽ അഖ്സയുടെ ഓരോ ഭാഗങ്ങളിലും എത്ര കവാടങ്ങളാണുള്ളത്?
റസൂലുള്ള മസ്ജിദുൽ അഖ്സയിൽ പോയി എന്നല്ലാതെ മസ്ജിദുൽ അഖ്സയ്ക്ക് എത്ര കവാടങ്ങളാണുള്ളതെന്ന് എണ്ണി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണല്ലോ പലയിടങ്ങളിലും നമ്മൾ പോയാൽ, ഒരു ബിൽഡിങ്ങിൽ പോയാൽ, അതല്ലെങ്കിൽ ഒരു വീട്ടിൽ പോയാൽ, ആ വീടിന്റെ കവാടങ്ങളും അതിന്റെ ജനലുകളും ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവരും എണ്ണി നോക്കിക്കൊള്ളണമെന്നില്ല. അപൂർവം ചിലപ്പോഴൊക്കെ എണ്ണി നോക്കാൻ സാധിക്കുകയുള്ളൂ. റസൂലുള്ള എണ്ണി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തുത്തരമാണ് പറയുക എന്നോർത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ വിയർക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, അങ്ങനെ പ്രവാചകൻ പ്രയാസപ്പെട്ട ഘട്ടത്തിൽ അല്ലാഹു തആല ബൈത്തുൽ മഖ്ദിസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടി. ബൈത്തുൽ മഖ്ദിസിന്റെ രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അല്ലാഹു തആല ഉയർത്തിക്കാട്ടി. അൻദുറു ഇലൈഹി, അങ്ങനെ റസൂലുള്ള ബൈത്തുൽ മഖ്ദിസിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. മാ സഅലൂനി അൻ ഷൈഇൻ ഇല്ലാ നബ്ബതുഹും ബിഹി, അവരെന്നോട് എന്തൊക്കെ ചോദിച്ചോ അതിനെല്ലാം കൃത്യമായ മറുപടി ഞാൻ നൽകി. അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത് കാണുമ്പോൾ സ്വഹാബത്ത് അവരുടെ വിശ്വാസം കൂടുതൽ ദൃഢീകരിക്കുകയാണ്. അവരെ വീണ്ടും വീണ്ടും ഈമാൻ പുതുക്കിക്കൊണ്ട്, വിശ്വാസം പുതുക്കിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, നഷ്ഹദു അന്നക റസൂലല്ലാഹ്, നിശ്ചയം പ്രവാചകരെ അങ്ങ് അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും സാക്ഷ്യം വഹിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകന്മാരെ എന്നല്ല, സത്യവിശ്വാസികളെ കുഫറിന്റെ മുമ്പിൽ അല്ലാഹു തആല ഉത്തരം മുട്ടിക്കില്ല എന്ന വലിയ പാഠമാണ് ഈ ചരിത്രമെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ അഭൗതികമായ ഇടപെടലുകൾ കൊണ്ട് സത്യവിശ്വാസികളെ പൂർണ്ണമായും സഹായിക്കുമെന്ന വലിയ പാഠം ഇസ്രാ മിഅ്റാജ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മക്കയിൽ നിന്ന് പ്രവാചകനെ നേരിട്ട് ആകാശത്തേക്ക് ഉയർത്താതെ മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രയാണം ചെയ്യിപ്പിച്ചതിലെ ഒന്നാമത്തെ യുക്തി ഇത് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. റിസാലത്തിന്റെ കൃത്യമായ വ്യക്തമായ ദൃഷ്ടാന്തമായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രാ എന്ന് പറയുന്നത്. ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഇതിനപ്പുറം ഇത് മുഹമ്മദുർ റസൂലുള്ളയാണ്, ഇത് അല്ലാഹുവിന്റെ ദൂതനായ മുഹമ്മദാണെന്ന് മനസ്സിലാക്കാൻ വേറെ തെളിവുകൾ വേണ്ട. പക്ഷേ അപ്പോഴും ഖുറൈശികൾ പറഞ്ഞു, അപ്പോഴും മക്കയിലെ നിഷേധികൾ പറഞ്ഞു, ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ, ഇത് വ്യക്തമായ മാരണം മാത്രമാണ്. മുഹമ്മദ് ഇത്രയും പറയുന്നുവെങ്കിൽ മുഹമ്മദ് ഇതാ വലിയൊരു വശീകരണം കൂടി നടത്തുകയാണ്, ഇത് വ്യക്തമായ മാരണം മാത്രമാണ്. അങ്ങനെയാണ് അവർ അതിനോട് പ്രതികരിച്ചത് എന്നുള്ളതായിരുന്നു. നിഷേധാത്മകമായ രൂപത്തിൽ അവർക്ക് വിശ്വസിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് അല്ലാഹു തആല അവതരിപ്പിച്ചത്. പക്ഷേ അതിനെ അങ്ങനെ മനസ്സിലാക്കാതെ അതിനെയും തലതിരിഞ്ഞ രീതിയിൽ ചിത്രീകരിക്കാനുള്ള ദൗർഭാഗ്യമാണ് അവർക്കുണ്ടായത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, കേവലം സ്വപ്നമല്ല ഇസ്രാ, ഉറക്കത്തിലുമല്ല ഉണർച്ചയിലായിരുന്നു ഇസ്രാ ഉണ്ടായത്. ആത്മാവ് കൊണ്ടുള്ള പ്രയാണം മാത്രമല്ല, ആത്മാവ് കൊണ്ടും ശരീരം കൊണ്ടുമുള്ള പ്രയാണമാണ്. അതിനെ കേവലം സ്വപ്നമാക്കുന്നവർ പ്രവാചകത്വത്തിന്റെ റിസാലത്തിന്റെ കൃത്യമായ തെളിവിനെ ദുർബലപ്പെടുത്തുകയാണ്. ഇസ്രാ ഉണർച്ചയിലും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം കൊണ്ടും പ്രവാചകൻ നടത്തിയ പ്രയാണമാണ് പൂർണ്ണമായ ഉണർച്ചയിൽ ശരീരം കൊണ്ടുള്ള പ്രയാണമാണ് എന്നതാണ് നമ്മുടെ അഖീദ എന്ന് പറയുന്നത്. അതാണ് സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസം. അങ്ങനെ പറയാനാണ് ന്യായങ്ങളുള്ളത്. ഇസ്രായേലിനെ ഖുറൈശികൾ തള്ളിപ്പറയുകയും അത് സംഭവിക്കാനുള്ള സാധ്യതകൾ നിഷേധിക്കുകയും ചെയ്തു. ഉറക്കത്തിലായിരുന്നുവെങ്കിൽ ഇത്തരം തിരസ്കാരങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നില്ല. ഉറക്കത്തിലായിരുന്നുവെങ്കിൽ ഖുറൈശികൾക്ക് തള്ളിപ്പറയേണ്ടതുണ്ടായിരുന്നില്ല. കാരണം ഉറക്കത്തിൽ ആളുകൾ പല സ്വപ്നങ്ങളും കാണും. അതിനെയൊന്നും അത് ആളുകൾ എടുത്തു പറയേണ്ടതോ അതല്ലെങ്കിൽ തള്ളി പറയേണ്ടതോ ആയ ആവശ്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല എന്നതാണ് വിശുദ്ധ ഖുർആന്റെ പ്രയോഗം തന്നെ. അത് ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. സുബ്ഹാനല്ലദീ എന്നുള്ള പ്രയോഗം ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്നതാണ്, സർപ്രൈസിനെ സൂചിപ്പിക്കുന്നതാണ്. അറബി ഭാഷയിൽ പറഞ്ഞാൽ തഅജ്ജുബിനെ, അത്ഭുതത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് വിശുദ്ധ ഖുർആനിലെ സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി എന്നുള്ള പ്രയോഗം എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇത് കേവലം ഉറക്കത്തിലുള്ള പ്രയാണമായിരുന്നുവെങ്കിൽ ഒരു ആശ്ചര്യ പ്രകടനത്തിന്റെയും ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സൂറത്തുൽ ഇസ്രായിലെ ആദ്യ വചനത്തിലെ ഓരോ പദങ്ങളും നമ്മൾ വിശദീകരിക്കേണ്ടതാണ്. ഓരോ പദങ്ങൾക്കും ആശയപരമായിട്ട് ധാരാളം ഉള്ളടക്കങ്ങൾ ഉള്ളതാണ്. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്നതാണ് വിശുദ്ധ ഖുർആന്റെ പ്രയോഗം. അല്ലാഹു തന്റെ ദാസനെ കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രയാണം ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് അല്ലാഹുവിന്റെ പ്രയോഗം എന്ന് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, അപ്പോഴും അല്ലാഹുവിന്റെ ദാസൻ മഹാത്ഭുതങ്ങൾ ഈ പ്രവാചകനിലൂടെ അല്ലാഹു തആല സംഭവിപ്പിക്കുമ്പോഴും അല്ലാഹു തആല ഈ പ്രവാചകനെ ഇങ്ങനെ അത്ഭുതകരമായ പ്രയാണം നടത്തുമ്പോഴും
യഥാർത്ഥത്തിൽ ആരുടേതാണ് ഈ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പ്രവർത്തനമാണ്. ഇതിന്റെ ഫായിൽ അള്ളാഹുവാണ്, ഇതിന്റെ പ്രവർത്തനം അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തന്റെ ദാസനെ കൊണ്ട് പ്രയാണം ചെയ്യിപ്പിച്ചു എന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ്. അബ്ദിയ്യത്തിന്റെ തലത്തിൽ നിന്ന് അടിമയാവുക എന്ന അവസ്ഥയിൽ നിന്ന് ഒരിക്കലും പ്രവാചകൻ ഇതോടുകൂടി എന്നല്ല ഒരു ഘട്ടത്തിലും ഉയർന്നു പോകുന്നില്ല എന്നുള്ളതാണ്. മഹാത്ഭുതം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രയാണം ചെയ്തിരിക്കുകയാണ്. അതും ഒറ്റ രാവിലാണ് പ്രയാണം. മഹാത്ഭുതമാണ്, അങ്ങേയറ്റം ആശ്ചര്യജനകമായ കാര്യമാണ്. പക്ഷേ ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഇത് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണെന്നതിന് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. പക്ഷേ ഈ അത്ഭുതം പ്രവാചകനിലൂടെ പ്രകടമായി എന്ന് മനസ്സിലാക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കരുത്, തെറ്റിദ്ധരിച്ചു പോകരുത്, അബ്ദിയ്യത്തിന്റെ അവസ്ഥയിൽ നിന്നും പ്രവാചകൻ ഉയർന്നു പോയി എന്ന്. അബ്ദിയ്യത്തിന്റെ അവസ്ഥയിൽ നിന്ന് അടിമയാവുക എന്ന അവസ്ഥയിൽ നിന്ന് റസൂലുള്ള ഉയർന്നിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു ആ വചനത്തിൽ, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, അല്ലാഹു തന്റെ ദാസനെ കൊണ്ടാണ് പ്രയാണം ചെയ്യിപ്പിച്ചത് എന്ന്. സഹോദരങ്ങളെ, അതുകൊണ്ട് അബ്ദിന്റെ പരിധികൾ ലംഘിച്ചുകൊണ്ട് പ്രവാചകനെ മനസ്സിലാക്കാൻ പാടില്ല, ആ പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ആ പ്രവാചകനോട് സഹായാർത്ഥന നടത്താൻ പാടില്ല. ആ പ്രവാചകനാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പാടില്ല. അതുകൊണ്ട് അവിടെയും പഠിപ്പിക്കുകയാണ്, ആ ഒന്നാമത്തെ വചനത്തിലും പഠിപ്പിക്കുകയാണ്. തൗഹീദിന്റെ ഉള്ളടക്കത്തിൽ നിന്നും ഈ ഘട്ടത്തിലും വിശ്വാസികൾ വ്യതിചലിച്ചു പോകാൻ പാടില്ല. മറിച്ച് ഈ വചനം നിങ്ങൾക്ക് തൗഹീദ് രൂഢമൂലമാവാൻ, തൗഹീദ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാനുള്ള വചനമാണെന്ന് വിശുദ്ധ ഖുർആൻ വീണ്ടും വീണ്ടും ആണയിട്ട് പറയുകയാണ്. സഹോദരങ്ങളെ, ഇസ്രായേലിന് വേണ്ടി അല്ലാഹു മസ്ജിദുൽ അഖ്സയെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലും ചില യുക്തികളുണ്ട്. കാലദേശങ്ങൾക്ക് അതീതമായി ഖുദ്സിന്റെ മണ്ണിന് വേണ്ടി പ്രതിരോധിക്കുക, ഓരോ വിശ്വാസികളും അതിന് തയ്യാറാവണം. കാലദേശങ്ങൾക്ക് അതീതമായി വിശ്വാസികളുടെ ദൗത്യമാണ് ഖുദ്സിന്റെ മണ്ണിന് വേണ്ടിയുള്ള പ്രതിരോധം എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ മണ്ണിനെ ഇസ്രായേലിയത്തിന്റെ തേർവാഴ്ചകളിൽ നിന്ന് സംരക്ഷിക്കാൻ വിശ്വാസികൾ തയ്യാറാവണം. അത് ഫലസ്തീനികളുടെ മാത്രം ബാധ്യതയല്ല, ലോക മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. ഗസയിലെ കുഞ്ഞുങ്ങൾ ചോരയിൽ കുളിക്കുമ്പോൾ ഇസ്രായേലിന്റെ മണ്ണിനെ സംരക്ഷിക്കാനാണ് അവരിതെല്ലാം ചെയ്യുന്നതെന്ന ബോധ്യത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് സാധ്യമാവണം. അല്ലാഹുവേ, ഖുദ്സിനെ ഇസ്രായേലിന്റെ മണ്ണിനെ സമ്പൂർണ്ണമായ മോചനം നൽകി അനുഗ്രഹിക്കണമേ. ബാരക്നാ ഹൗല, അല്ലാഹു ആ ഖുദ്സിൽ ഒരുപാട് സമൃദ്ധി ചെയ്തിരിക്കുന്നു. ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗം അല്ലാഹു തആല ബറക്കത്ത് നൽകിയിരിക്കുന്നു, സമൃദ്ധികൾ, അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുന്നു. ഒരുപാട് പ്രവാചകന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണത്. അത്തിമരം, ഒലിവണ്ണ തുടങ്ങിയവയാൽ ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. ഇതെല്ലാമാണ് ബാരക്നാ ഹൗലഹു എന്നതിന് മുഫസ്സിറുകൾ, വ്യാഖ്യാതാക്കൾ നൽകിയ വിശദീകരണം. സഹോദരങ്ങളെ, മസ്ജിദുൽ അഖ്സയിൽ ആ പ്രയാണം അവസാനിച്ചില്ല. അവിടെ നിന്നങ്ങോട്ട് റബ്ബിന്റെ സിംഹാസനത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ധാരാളമായിട്ട് അടുത്തു എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകളുടെ നായകനായ ജിബ്രീൽ അലൈഹിസ്സലാമിക്ക് പോലും പ്രവേശനമില്ലാത്ത ചില ഇടങ്ങളിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് കടന്നു പോവാൻ സാധ്യമായി എന്നുള്ളതാണ്. സാധാരണ രാജാക്കന്മാർക്ക് മുഖം കാണിക്കുമ്പോൾ വിലപിടിച്ചുള്ള തിരുമുൽക്കാഴ്ചകളൊക്കെ സമർപ്പിക്കാറുണ്ട്. സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാമിക്ക് പോലും പ്രവേശനമില്ലാത്ത ഇടങ്ങളിലൂടെ ആ മിഅ്റാജ് യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് കടന്നു പോവാൻ സാധ്യമായി. അതും ഈ യാത്രയുടെ ഒരു പ്രത്യേകതയാണ്. സാധാരണ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി രാജാക്കന്മാരെയെല്ലാം കാണാൻ പോകുമ്പോ, അവർക്ക് മുഖം കാണിക്കുമ്പോ വിലപിടിച്ചുള്ള തിരുമുൽക്കാഴ്ചകൾ ആ രാജാക്കന്മാർക്ക് സമർപ്പിക്കും. ഇവിടെ രാജാതിരാജനായ റബ്ബിന്റെ ദർബാറിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തിരുമുൽക്കാഴ്ചകൾ സമർപ്പിക്കേണ്ടത്. എന്ത് തിരുമുൽക്കാഴ്ചകൾ, എന്ത് സമ്മാനങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുള്ളത്? ഒന്നുമില്ല. എന്താണ് പറയേണ്ടത്, എന്താണ് നൽകേണ്ടത് എന്നറിയാതെ പ്രവാചകൻ ഇങ്ങനെ ഒരൽപ്പം ആലോചിച്ചു നിൽക്കുമ്പോഴാണ് എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് എത്ര ചിന്തിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല. അവസാനം ഒരു വെളിപാട് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തരംഗം മന്ത്രിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യഭിവാദ്യം ചെയ്തു. റസൂലുള്ളാഹി അത്തഹിയ്യാത്തു എന്ന് തുടങ്ങി, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അല്ലാഹു ഇങ്ങോട്ട് പ്രത്യഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ അത്തഹിയ്യാത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. എല്ലാ അഭിവാദ്യങ്ങളും, എല്ലാ അനുഗ്രഹീത കാര്യങ്ങളും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹുവേ നിനക്കാണ്, നിന്നോടാണ്. എല്ലാ അഭിവാദ്യങ്ങളും, എല്ലാ അനുഗ്രഹീത കാര്യങ്ങളും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ നല്ല കാര്യങ്ങളും നിനക്കാണ്.
എന്താണ് അള്ളാഹുവിന് നൽകേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മനസ്സിലേക്ക് ഒരു ഗദ്ഗദം പോലെ ഒരു വെളിപാട് വരുന്നത്. അവിടെ പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു, അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞപ്പോ അള്ളാഹു പ്രത്യഭിവാദ്യം ചെയ്തു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ പ്രവാചകരെ നിങ്ങൾക്ക് അഭിവാദ്യം, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സലാം, അഭിവാദ്യം. അള്ളാഹു പ്രത്യഭിവാദ്യം ചെയ്യുകയാണ്. വല്ലാത്ത ആനന്ദത്തിന്റെ സന്ദർഭമായിരിക്കണം അത്. അള്ളാഹുവിനെ തിരുമുൽക്കാഴ്ച, അള്ളാഹുവിന് സമ്മാനങ്ങൾ സമർപ്പിക്കുന്ന ഘട്ടം, ആ അഭൗതികമായ ആത്മീയമായ ആനന്ദം, ആ ആനന്ദത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വസമുദായത്തെ മറന്നില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അസ്സലാമു അലൈനാ, നമ്മുടെ മേലെല്ലാം അള്ളാഹു സമാധാനം നേരട്ടെ. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സജ്ജനങ്ങളായ സർവദാസന്മാർക്കും അള്ളാഹുവിന്റെ സർവദാസന്മാർക്കും അള്ളാഹു സമാധാനം നേരട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വസമുദായത്തിന് മറന്നില്ല. സ്വസമുദായത്തിന് അള്ളാഹുവിന്റെ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി ആ ഘട്ടത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. തിരിച്ചു പോരുന്ന ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിക്കുന്നു, യാ റബ്ബൽ ഇസ്സ, പ്രതാപത്തിന്റെ ഉടമസ്ഥനായ പടച്ചവനെ, ഒരു യാത്രക്കാരൻ യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എന്തെങ്കിലും സമ്മാനങ്ങൾ വാങ്ങുക പതിവാണല്ലോ. അള്ളാഹുവേ, നിന്റെ ഭാഗത്ത് നിന്ന് എന്ത് സമ്മാനമാണ് എനിക്ക് ലഭിക്കുന്നത്? ഫഖീല ലഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, ഇന്ന തുഹ്ഫത ഉമ്മത്തിക സ്വലാ, പ്രവാചകരെ, താങ്കളുടെ സമുദായത്തിന് താങ്കൾക്കുള്ള സമ്മാനമാണ് നമസ്കാരം എന്ന് പറയുന്ന നമസ്കാരം. അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, നമസ്കാരം എന്ന് പറയുന്ന വിശ്വാസിയുടെ ആകാശാരോഹണമാണ്. സഹോദരങ്ങളെ, ആപ്തവാക്യമാണ്. ഇത് ഹദീസാണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ മിഅ്റാജ് തന്നെയായി നമസ്കാരം മാറുകയാണ്. കാരണം മിഅ്റാജിൽ സമ്മാനിച്ച വിഭവമാണ്, മിഅ്റാജിൽ സമ്മാനിച്ച സമ്മാനമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്കുള്ള ആത്മീയമായിട്ടുള്ള പ്രയാണമായി നമ്മുടെ ഓരോരുത്തരുടെയും നമസ്കാരത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അഭിവാദ്യങ്ങളും പ്രത്യഭിവാദ്യങ്ങളുമാണ്. നമ്മൾ അള്ളാഹുവിനെ അഭിവാദ്യം ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളറിയാതെ നമ്മോട് പ്രത്യഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ റബ്ബിനോട് സംഭാഷണം നടത്തുകയാണ് അടിമ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ അടിമ റബ്ബിനോട് സംഭാഷണം നടത്തുകയാണ്. പക്ഷെ അത് സംഭാഷണത്തിൽ അവിടെ നിന്ന് പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നില്ല. പക്ഷെ അള്ളാഹു പറയുന്നുണ്ട്, ഓരോ അഭിവാദ്യങ്ങൾക്കും അള്ളാഹു തആല പ്രത്യഭിവാദ്യം ചെയ്യുന്നുണ്ടെന്ന് ഹദീസുകൾ പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, മിഅ്റാജ് യാത്രയിൽ എവിടെയെല്ലാമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്തിപ്പെട്ടത്? ഇൻദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ. അറിവുകൾ അവസാനിക്കുന്ന ഇടം എന്നാണ് സിദ്റത്തുൽ മുൻതഹയുടെ പരിഭാഷ. അറിവുകൾ അവസാനിക്കുന്ന ഇടത്ത് പ്രവാചകൻ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അതിനപ്പുറം എന്താണുള്ളതെന്ന് അറിയാൻ അള്ളാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകൾക്ക് പോലും അറിയില്ല. സിദ്റത്തുൽ മുൻതഹയ്ക്ക് അപ്പുറത്ത് എന്താണുള്ളതെന്ന് അറിയാനുള്ള ശേഷി അള്ളാഹുവിന്റെ മുഖറബുകളായ മലക്കുകൾക്ക് പോലും സാധ്യമല്ല. ഇൻദഹാ ജന്നത്തുൽ മഅ്വാ, ആ സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കലാണ് വിശ്വാസികൾ അഭയം പ്രാപിക്കുന്ന സ്വർഗമെന്ന് പറയുന്നത്. എന്തുമാത്രം ആനന്ദദായകമായ കാഴ്ചകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ വെച്ച് കണ്ടത്. ആ യാത്രയെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇത് യഗശ സിദ്റതമായ യഗശ, മൂടുന്നതെന്തോ, ആവരണം ചെയ്യുന്നതെന്തോ, അത് സിദ്റത്തുൽ മുൻതഹയെ ഇലന്ത മരത്തെ മൂടുന്നുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വഗശിയഹ അൽവാനുല്ല അദ്രി മാഹിയ, ആ സിദ്റത്തിനെ എന്തൊക്കെയോ മൂടുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ നിറങ്ങൾ, ആളുകളെ അങ്ങേയറ്റം ആകർഷിക്കുന്ന എന്തൊക്കെയോ നിറങ്ങൾ ഈ സിദ്റത്തിനെ മൂടുന്നുണ്ടായിരുന്നു. പക്ഷേ ലാ അദ്രി മാഹിയ, അതെന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകാൻ പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കുന്നതിൽ നിന്നൊക്കെ എത്രയോ അപ്പുറത്തുള്ള വിസ്മയ കാഴ്ചയാണ്. അത് വിശദീകരിക്കുന്നതിൽ നിന്നൊക്കെ എത്രയോ അപ്പുറത്തുള്ള കൗതുക കാഴ്ചകളാണ്. സഹോദരങ്ങളെ, ചില പണ്ഡിതന്മാർ പറയും, എനിക്കായിരുന്നു മിഅ്റാജ് അനുഭവമെങ്കിൽ ഞാൻ ഭൂമിയിലേക്ക് തിരിച്ചു പോകില്ലായിരുന്നു. മിഅ്റാജിന്റെ ആ ചരിത്രവും അതിന്റെ വിവരണങ്ങളും അതുമായി ബന്ധപ്പെട്ട ഹദീസ് വചനങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറയും, എനിക്കായിരുന്നു മിഅ്റാജ് അനുഭവമെങ്കിൽ ഞാൻ തിരിച്ചു പോകില്ലായിരുന്നു. പക്ഷേ പ്രവാചകനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ പറയാണ്, അള്ളാഹു പറയാൻ, മാ സാഗൽ ബസറു വമാ ത്വഗാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കണ്ണ് വഴിതെറ്റിപ്പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് കണ്ണഞ്ചിപ്പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ പരിധി വിട്ടുപോയിട്ടുമില്ല. അള്ളാഹു കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതിൽ നിന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് തെറ്റുപറ്റുകയോ വിലക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് പ്രവാചക ദൃഷ്ടികൾ അതിക്രമിച്ചു പോവുകയോ ചെയ്തിട്ടില്ല. സഹോദരങ്ങളെ, ഇസ്രാവും മിഅ്റാജും നമ്മോട് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്താണ് ആ യാഥാർത്ഥ്യങ്ങൾ? നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതും നമ്മുടെ അടുക്കലുള്ള ഉപകരണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതുമായ പല രഹസ്യങ്ങളും ഈ പ്രപഞ്ചത്തിനുണ്ട്. അവിടെ സിദ്റത്തുൽ മുൻതഹയുണ്ട്. അതിനപ്പുറത്ത് വിശ്വാസികൾ അഭയം തേടുന്ന സ്വർഗമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദർശിച്ച സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ സുഹൃതങ്ങളിൽ മുഴുകാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചകൾ മാത്രമല്ല, ഭീകരമായ ദൃശ്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദർശിച്ചു എന്നുള്ളതാണ്. ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് മുഖവും നെഞ്ചുമെല്ലാം മാന്തി പിളർക്കുന്ന ഒരു ജനതയുടെ അടുക്കലൂടെ മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമയോട് ചോദിക്കുന്ന പ്രവാചകൻ, ആരാണിവർ? ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് നെഞ്ചും ഹൃദയവുമെല്ലാം മാന്തി പിളർക്കുന്ന ഈ കൂട്ടർ ആരാണ്? ഹൗലായില്ലദീന യഅകുലൂന ലുഹൂമൻ നാസി വയഖഊന ഫീ അഅറാദിഹിം. മനുഷ്യ മാംസങ്ങൾ തിന്നുന്നവരാണ്. മനുഷ്യന്റെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന ആളുകളാണ്. മനുഷ്യ മാംസങ്ങൾ തിന്നുന്നവരും അവരുടെ അഭിമാനം ക്ഷതപ്പെടുത്തുന്നവരുമാണ്. ഏഷണി പരദൂഷണങ്ങൾ കൊണ്ടും പരിഹാസം കൊണ്ടും ജനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നവരാണ് ഈ ഭീകരമായ ശിക്ഷക്കിരയാവുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അത്തരം തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ കൂടി പ്രേരിപ്പിക്കുന്നതാവണം മിഅ്റാജിനെ കുറിച്ച് നമ്മുടെ അറിവുകളും നമ്മുടെ വായനയും എന്ന് പറയുന്നത്. ഒരൊറ്റ രാത്രിയിൽ മഹാപ്രയാണം ചെയ്യിച്ച റബ്ബിന്റെ ശക്തി തിരിച്ചറിയണം. അതാണ് ഇതിലെ ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ശത്രുക്കളുടെ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ മുന്നോടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് വിസ്മയകരമായ അനുഭവങ്ങൾ നൽകിയത്. ഇത്തരമൊരു പരീക്ഷണ യുഗത്തിലൂടെയാണ് ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹം കടന്നുപോകുന്നത്. രാജ്യത്തെ സമുദായത്തിന്റെ അസ്തിത്വവും വ്യക്തിത്വവും ചോദ്യം ചെയ്യപ്പെടുന്ന നിരവധി കരിനിയമങ്ങൾ ചുട്ടെടുക്കപ്പെടുന്ന കാലമാണ്. പൗരത്വ നിയമ ഭേദഗതി, വഖഫ് നിയമ ഭേദഗതി, ഇതെല്ലാം സമുദായത്തെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വിശ്വാസികൾ അല്ലാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായി മാറണം. മറ്റാരെയും ഭയപ്പെടാതെ മുന്നോട്ട് പോവാൻ വിശ്വാസികൾക്ക് സാധ്യമാവണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുദ്റത്തിൽ, അല്ലാഹുവിന്റെ കഴിവിലുള്ള ബോധ്യം, അല്ലാഹുവിന്റെ ശക്തിയുള്ള ബോധ്യം നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. ഒരു രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അല്ലാഹു അവന്റെ ദൂതനെ മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രയാണം ചെയ്യിപ്പിച്ച ആ പടച്ചതമ്പുരാന് കഴിയാത്തതായി ലോകത്ത് ഒന്നുമില്ല. ഈ ദൃശ്യ പ്രപഞ്ചം മാത്രമല്ല, അതിശയിപ്പിക്കുന്ന അദൃശ്യ പ്രപഞ്ചത്തെയും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദർശിച്ച അതിശയിപ്പിക്കുന്ന വിസ്മയകരമായ ആ അദൃശ്യ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ആ റബ്ബിന്റെ കഴിവിലും ആ റബ്ബിന്റെ ഖുവ്വത്തിലും ആ റബ്ബിന്റെ ഖുദ്റത്തിലും ആ റബ്ബിന്റെ മലക്കൂത്തിലും അവന്റെ കഴിവിലും ശക്തിയിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അല്ലാഹു എല്ലാ അർത്ഥത്തിലും വിശ്വാസികളെ സഹായിക്കുമെന്ന വലിയ പാഠമാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രാ മിഅ്റാജ് സംഭവം നൽകുന്നത്. അല്ലാഹുവിന്റെ സഹായം നേടിയെടുക്കുന്ന, അദൃശ്യമാർഗത്തിലൂടെ അവന്റെ സഹായം നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ ഥാനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون.
ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി രണ്ടാമതായും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ആളുകളുടെ കുടുംബങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് സമ്പൂർണ്ണമായ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടേതുമായ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ, മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു ബർസഖി ജീവിതം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, നമുക്കും വിശാലമാക്കി തരുമാറാവട്ടെ. അല്ലാഹു അവന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്ക് നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കുമാറാവട്ടെ. സ്വബറും ഇസ്തിഖാമത്തും സിബാത്തും അള്ളാഹു തആല നമുക്കും നമ്മുടെ മക്കൾക്കും വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രത്യേകം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും അവശതകളിൽ നിന്നും നമ്മുടെ മുതിർന്ന പൗരന്മാരെ, നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു തആല രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കൃഷിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളെ നീ കേൾക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ സതുദ്ദേശങ്ങളെ നീ സഫലീകരിച്ച് തരയണമേ തമ്പുരാനെ. അള്ളാഹുവെ, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും, കടങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തേണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാവരുടെയും പെരടികളെ കടങ്ങളിൽ നിന്ന് നീ മോചിപ്പിക്കണമേ തമ്പുരാനെ. ഖുദ്സിന് നീ സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ, ഖുദ്സിലെ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും പടച്ച തമ്പുരാനെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ബൈത്തുൽ മഖ്ദിസിന് സമ്പൂർണ്ണമായ മോചനം നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഇസ്രാഈലിന്റെ മണ്ണിനെ ഇസ്രാഈലിയത്തിന്റെ തെറുവാഴ്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. പടച്ചവരെ, ഞങ്ങളുടെ മസ്ജിദിന്റെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ, നിനക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നവനാണ്. പടച്ച തമ്പുരാനെ, ഈ വികസനം സംതൃപ്തകരമായ രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ എല്ലാ അർത്ഥത്തിലും നീ സഹായിക്കണമേ റബ്ബേ. അള്ളാഹുവെ, നിന്റെ ഭവനങ്ങളുടെ നിർമ്മാണങ്ങൾ എവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, നിന്റെ മാർഗത്തിൽ ആളുകൾ എന്തൊക്കെ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ആ പരിശ്രമങ്ങളെ എല്ലാം അള്ളാഹുവെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.